നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കണം. നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. ഞാൻ അംബിക അജീഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. അപ്പോൾ നാളെ രാവിലെ മുതൽ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയണം. ഉദാഹരണത്തിന്, എൻ്റെ ഇന്നത്തെ ദിവസത്തിന് നന്ദി, എനിക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റിയതിന് നന്ദി, എൻ്റെ ആരോഗ്യത്തിന് നന്ദി, എൻ്റെ ശരീരത്തിന് നന്ദി, എൻ്റെ മുടിയിഴകൾക്ക് നന്ദി, എൻ്റെ കണ്ണുകൾക്ക് നന്ദി, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി, എൻ്റെ മക്കൾക്ക് നന്ദി, എൻ്റെ ഭർത്താവിന് നന്ദി, എൻ്റെ ജോലിക്ക് നന്ദി. അങ്ങനെ നമുക്ക് ഓരോരോരോ കുഞ്ഞു കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ ഉള്ള കാര്യങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊതുവെ എന്താണ് മനുഷ്യന്മാർ, ഈ അതില്ല ഇതില്ല എന്നല്ല നമ്മൾ പൊതുവെ പരാതി പറയുന്നൊരു ടൈപ്പാണ്. അതിന് പകരം നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യുന്നത് ഇതായിരിക്കണം. എന്താണ്? ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഓർത്തോർത്ത് നന്ദി പറയണം. അപ്പോൾ എന്താണ്? നന്ദി പറയുന്നവന് കൂടുതൽ കൂടുതൽ നമ്മൾക്ക് സൗഭാഗ്യങ്ങൾ ലഭിച്ചു കൊണ്ടേയിരിക്കും. നന്ദി ഇല്ലാത്തവനോ ഉള്ളതുപോലും കയ്യിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് പറയുന്നത്. നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും സൗഭാഗ്യം തന്നുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള. കൂടാതെ നമ്മുടെ സന്തോഷം വർദ്ധിക്കാനുള്ള ഏറ്റവും സൂപ്പർ ടെക്നിക്കാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത്. നിങ്ങൾ എഴുന്നേറ്റ ഉടനെ അവിടെ ഇരുന്നിട്ട് ആ ഒരു സ്പോട്ടിൽ ഇരുന്നിട്ട് തന്നെ നന്ദി പറയാം. അല്ലാണ്ട് നിങ്ങൾക്കൊന്ന് നടന്ന് പറയാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ അതിലും സൂപ്പർ. ഒരു 5 മിനിറ്റ് നിങ്ങളിങ്ങനെ നടന്ന് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ, നിങ്ങൾക്ക് പുറത്തോട്ട് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് എഴുന്നേറ്റ ഉടനെ ഉള്ള സൗഭാഗ്യങ്ങൾക്ക് എല്ലാം എണ്ണി എണ്ണി ദൈവത്തോട് നന്ദി പറയുക. അപ്പോൾ നല്ല ഫീലിങ്ങോട് കൂടി വേണം കേട്ടോ പറയാൻ. ഭയങ്കര നമ്മൾ ചുമ്മാ ഇങ്ങനെ പറയുന്നല്ല, നമ്മൾ ദൈവമേ നന്ദി, എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും, നീ തന്ന സൗഭാഗ്യങ്ങൾക്ക് ഓരോന്നിനും നന്ദി, എണ്ണി എണ്ണി നമ്മൾ നന്ദി പറയണം. എൻ്റെ വീടിന് നന്ദി. നമ്മൾ ഇനി വീട്ടിലല്ല താമസിക്കുന്നത്, വാടക വീട്ടിലാണെങ്കിൽ നമ്മൾ എന്താ പറയണം? എൻ്റെ ഈ വീടിന്, ഈ വാടക വീടിന് നന്ദി. ആ വീട്ടിലാണല്ലോ നമ്മളിപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. അങ്ങനെ നമുക്ക് എന്തൊക്കെയുണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറക്കരുത്, നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫസ്റ്റ് എന്താണ്, നമ്മൾ ആദ്യത്തെ പണി എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഉള്ളെന്ന് വരണം. പിന്നെ ഫീലിങ്ങോട് കൂടി നമ്മളിങ്ങനെ മനസ്സറിഞ്ഞു പറയണം ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവമേ നന്ദി, നന്ദി. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചശക്തി എന്ന് പറയാം. ദൈവവിശ്വാസികളാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നന്ദി. നിങ്ങൾ എന്തിനെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടാവുമല്ലോ ഈ ലോകത്തുള്ള, അതിനോട് നമുക്ക് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. എനിക്ക് തന്ന ഓരോരോ കാര്യത്തിനും എണ്ണി എണ്ണി നിങ്ങളൊന്ന് നന്ദി പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഫുൾ ടൈം അന്നത്തെ ദിവസം മൊത്തത്തിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും. താങ്ക് യു.